നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണേലും, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ സ്ട്രഗ്ലിംഗ് ആണ്, നിങ്ങൾ ഫിനാൻഷ്യലി ബേർഡൻ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങൾക്ക് എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. ഓക്കെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. എന്നിട്ട് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക യൂണിവേഴ്സിനോട്. വിചാരിക്കുക അങ്ങ് അതിൽ എൻജോയ് ചെയ്യുക. എൻ്റെ മക്കൾ എന്നെ അടുത്ത് വന്നിരിക്കുന്നു, അവരെന്ത് ക്യൂട്ടാണ് കാണാൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ നിങ്ങൾ അതിൽ ജീവിക്കുക. നിങ്ങൾക്ക് വീടില്ലെന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട് അടിപൊളി വീടാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇമാജിൻ ചെയ്ത വീടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കറിയാവോ, നമ്മൾ എന്തോരം ആഗ്രഹിക്കുന്നു അതിൻ്റെ 10 ഇരട്ടി നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് പഴിചാരിക്കൊണ്ട് ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. യൂണിവേഴ്സിനോട് വേണമെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചോദിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് കടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ കടങ്ങളൊന്ന് മാറ്റിത്തരണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. പകരം ഞാൻ ഭയങ്കര റിച്ചാണ് എന്ന് പറയാം. രണ്ടും 2 രീതിയാണ്. നമ്മുടെ രണ്ടാമത്തെ കേസിൽ വെച്ച് നമ്മൾ റിച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിച്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഡെപ്റ്റ് മാറും. ഒന്നാമത്തെ കേസിൽ നമ്മൾ ഡെപ്റ്റ് മാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് ആവുന്ന ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കാണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സ് കേൾക്കുന്നത് എന്തായിരിക്കും? ഡെപ്റ്റ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും കടക്കാരായിട്ട് മാറും. അതാണ് ഒരു ലോജിക്കൽ സംഭവം വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ അത് ഇമാജിൻ ചെയ്യുക, അതിലങ്ങ് ജീവിക്കുക. ലിറ്ററലി ജീവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, അങ്ങനെ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതെല്ലാം ലിറ്ററലി നിങ്ങൾ ജീവിക്കണം. 5 മിനിറ്റ് അത് ചെയ്തതിന് ശേഷം മാത്രം എല്ലാ ദിവസവും കിടക്കുക. 21 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്ക്. യു വിൽ താങ്ക് മീ. ഞാൻ ഉറപ്പായിട്ടും പറയുവാണ്, 21 ഡേയ്സ് നിങ്ങളുടെ ലൈഫ് മാറും. ഹലോ ഗൈസ്, എന്നോട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡീപ്പായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെയാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഭയങ്കരമായിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കളില്ല, അല്ലെങ്കിൽ വീട് വെക്കുന്ന സാഹചര്യം റെഡിയാവുന്നില്ല, വീടില്ല, പിന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ എപ്പോഴും വരുന്നത്, എന്തുകൊണ്ട് ഇതൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെന്ന് കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? റോണ്ട ബോൺ എന്നൊരു റൈറ്ററിൻ്റെ ദ സീക്രട്ട് എന്നൊരു പുസ്തകം ഞാൻ അറിയാനിടയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ നെഗറ്റീവ്സ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണ്. ഇപ്പം നമ്മളെപ്പോഴും നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് മെച്ചം ഉണ്ടാവുന്നില്ല, അപ്പം അങ്ങനെ നെഗറ്റീവ്സ് മാത്രം ചിന്തിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ നമ്മുടെ കയ്യിൽ വെക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ചുമ്മാ ഒരു സ്റ്റോൺ ആണ്, പക്ഷെ നമ്മളത് ഇമാജിൻ ചെയ്യണം. അതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ ആണ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നമ്മളത് നമ്മുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴൊക്കെ ആ ഒരു സ്റ്റോൺ കയ്യിൽ പിടിക്കുന്നു അല്ലെങ്കിൽ തൊട്ട് നോക്കുന്നു അപ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്തിന്റെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കാനാണെങ്കിൽ നമുക്ക് നന്ദി അല്ലാണ്ട് പറയാൻ ഒന്നും കിട്ടത്തില്ല. കാരണം നമുക്ക് കിട്ടിയതായിരിക്കും കൂടുതലും, നമുക്ക് കിട്ടാത്തതിനേക്കാളും കിട്ടിയതായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അത് മറന്നു പോകും. നമ്മളൊക്കെ എപ്പോഴും നമുക്ക് ഇല്ലായ്മ എന്താണോ അതായിരിക്കും ഫോക്കസ് ചെയ്തത്. ഇപ്പം നമുക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നു, അതിൻ്റെ മാർക്ക് നോക്കുമ്പോൾ എന്നെക്കാളും കൂടുതൽ മറ്റൊരാൾക്ക് കിട്ടി, അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കമ്പാരിസൺ അത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് കമ്പയറിങ്. നമ്മൾ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്സ് പിടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ തൊടുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ഞാനെന്ത് സൂപ്പറാ, എൻ്റെ ലൈഫ് എന്ത് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കണേ, ഞാൻ വിചാരിക്കത്തൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ യൂണിവേഴ്സിനോട് പറയണം. അങ്ങനെ നമ്മൾ പറയുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യും. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ ഒരു വീട് മേടിക്കാനുള്ള സാഹചര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞങ്ങളുടെ വീട് ഞാൻ നോക്കിയത് എൻ്റെ പ്ലാനിങ്, ഞാൻ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈശോ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നിനക്ക് എന്തെങ്കിലും തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വീട് തന്നാൽ മതി. അത് ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ഉണ്ടാവണം. ആ ഒരു വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം, നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഉണ്ടായിരിക്കുന്നത്, നല്ലൊരു എൻവയോൺമെൻറ്റിലായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്നൊരു പാകത്തിനായിരിക്കണം ആ വീട് ഉണ്ടായിരിക്കുന്നത്. എക്സ്ട്രാ നമുക്കൊന്നും മേടിക്കേണ്ടിയൊന്നും വരരുത്. അപ്പം ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കാര്യം പറയാനാണെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിൽ സംഭവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അത് ലിവ് ചെയ്യും. അതായത്
വീട് കിട്ടിയതായിട്ട് ഞാൻ വിചാരിച്ചു. എന്നിട്ട് എപ്പോഴും താങ്ക്സ് പറയുമായിരുന്നു ദൈവത്തിനോട്, ഈശോയെ നന്ദി, ഒത്തിരി നന്ദി, എനിക്കത് കിട്ടിയത് നന്ദി. പിന്നെ ആ ഒരു വീട്ടിൽ ഇരുന്നിട്ട് ഞാൻ ചായ കുടിക്കുന്നതായിട്ട് ഫുഡ് കഴിക്കുന്നതായിട്ടൊക്കെ ഞാൻ അതിൽ ലിവ് ചെയ്യുന്ന ഒരാളാണ്. അതായത് നമുക്ക് കിട്ടിക്കഴിഞ്ഞതുപോലെ അങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യുക. അതിപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യം നല്ല ടെൻഷനുണ്ട്, നിങ്ങൾ തോറ്റുപോകുന്ന പേടിയുണ്ടെങ്കിൽ ജസ്റ്റ് ഓക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടി, ഞാൻ വിചാരിക്കാത്ത മാർക്ക് എനിക്ക് കിട്ടി, ഞാൻ പാസ്സായി, എന്നിട്ട് ഞാൻ എല്ലാവരും പറയുക. അങ്ങനെ നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ ഇതിനെ വിചാരിക്കണം. ആ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇമാജിനേഷനേക്കാളൊക്കെ ഉപരി നമ്മളത് ലിവ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. കാരണം ഞാൻ ഈ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എത്ര റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്. കാരണം നമ്മൾ എത്രത്തോളം താങ്ക്ഫുൾ ആയിരിക്കുന്നോ നമുക്ക് അതിൻ്റെ 10 ഇരട്ടി നമ്മുടെ ലൈഫിലേക്ക് വരും. ഇപ്പോൾ മാരീഡ് ലൈഫിൻ്റെ കാര്യം പറയാനെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. മാരീഡ് ലൈഫ് എന്തായി പോകും, ഫ്ലോപ്പ് ആയി പോകും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസമുണ്ട്, തമ്പുരാൻ ഒന്നും കാണാണ്ട് നമ്മുടെ ലൈഫിൽ ഇതൊക്കെ വരുത്തത്തില്ല, എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഏഷ്യ 45:2-3 പറഞ്ഞ് പ്രാർത്ഥിക്കും, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പുടമ്പകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേരിട്ട് വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നദികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും. അങ്ങനെ വചനങ്ങൾ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാനത് പറയുമ്പോൾ ഞാൻ ശരിക്കും അതിൽ ലീവ് ചെയ്യുക ചെയ്യുന്നത്, അല്ലാണ്ട് ചുമ്മാ അങ്ങ് പറയുമല്ല. ഇപ്പം എനിക്ക് പ്രയർ റിക്വസ്റ്റ് ഒത്തിരി പേരുടെ വരാറുണ്ട്. 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 90% എബോവ് ആൾക്കാർക്കും പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടാറുണ്ട്. ബാക്കി പറഞ്ഞ 10% ആൾക്കാർക്ക് അനുഭവങ്ങൾ കിട്ടാറില്ല. എന്തുകൊണ്ട്? അവർക്കതിൽ വിശ്വാസമില്ല. ഞാൻ പറയുന്ന വചനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ പറയുന്നതല്ല, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് കിട്ടിയ പേഴ്സണൽ ആ ഒരു നമുക്ക് കിട്ടുന്നൊരു വാല്യൂ ഉണ്ടല്ലോ, തമ്പുരാനുള്ളൊരു ബന്ധം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ വിശ്വാസം വേണം. നമ്മളൊരു വചനം പറയുമ്പോൾ അത് നടക്കുന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും. നമുക്കൊരു വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന 10% ആൾക്കാരുടെ കാര്യം ഞാൻ പറയുവാണ്. എന്തുകൊണ്ട് അവരുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല. ഞാനൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വിശ്വസിക്കാണ്ട് നമ്മൾ ചുമ്മാ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ പറയാറുള്ളത് 33 times 33 days ചൊല്ലാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 33 നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ പ്രായമാണ്. അപ്പോൾ ഈശോയുടെ പ്രായം നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യുക ചെയ്യുന്നത്, അത് ചൊല്ലാൻ വേണ്ടി റിമൈൻഡ് ചെയ്യുക. അപ്പോൾ നമ്മളങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ റിപ്പീറ്റഡ് ചൊല്ലുന്നൊരു കാര്യം രജിസ്റ്റർ ആവും. അപ്പം നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ മാറി നമ്മുടെ ലൈഫ് കുറച്ചൊരു ബെറ്റർ ആയിട്ട് മാറാൻ തുടങ്ങും. ഇപ്പം നമുക്ക് രോഗങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ വചനം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചൊല്ലി പ്രാർത്ഥിച്ചവർ രോഗം മാറാറുണ്ട്. അതൊരിക്കലും ഞാൻ കൊടുത്തതിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, വചനത്തിൻ്റെ ശക്തി തന്നെയാണ്. പിന്നെ നമുക്ക് വിശ്വാസം വേണം. അതിപ്പോൾ നിങ്ങൾ ഏത് മതമായാലും കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും മതത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ഒന്നും അല്ല ഇത്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ കൊടുക്കുന്ന ഒറ്റ ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും നല്ലതുണ്ടാവണം അല്ലേ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന ആരാണെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവ് കാര്യം സംഭവിക്കണം, എന്നാലല്ലേ നമ്മുടെ വീഡിയോസിൽ നിന്നൊരു പ്രയോജനം കിട്ടത്തുള്ളൂ. നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം നമ്മൾ എത്രത്തോളം നന്ദി പറയുന്നവരാകുന്നോ അതിൻ്റെ 10,000 മടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലീവ് ചെയ്യുമായിരുന്നു, ഞാനത് ജീവിക്കുമായിരുന്നു. ഓക്കെ, ഞങ്ങൾ വീട് വാങ്ങിച്ചു, എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കിട്ടി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് കോൺട്രാക്ട് ഞങ്ങൾ സൈൻ ചെയ്യുക, ഈ വീടിൻ്റെ കോൺട്രാക്ട്. അപ്പോൾ ഞാൻ തമ്പുരാനോട് പറഞ്ഞു, ഷോ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് മതി എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്കാരനത് എടുത്തു എന്ന് വേണം ഞാൻ വിശ്വസിക്കുവാണ്. കാരണം എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ്, ആ ഡേറ്റിൻ്റെ അന്നാണ് ഈ വീടിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല. അയർലൻഡിൽ വീട് വാങ്ങിക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം കോൺട്രാക്ട് സൈൻ ചെയ്യാൻ നമുക്ക് കുറച്ചധികം ടൈം എടുക്കും, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആവണം. എനിക്കറിയത്തില്ല എങ്ങനെ സെറ്റ് ആകുമെന്ന് എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, പക്ഷെ എനിക്കറിയാം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു. ഞാൻ ചുമ്മാ അങ്ങ് ആ ഒരു ലൈഫിൽ അങ്ങ് ജീവിക്കുമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലാണ്, അത് കോയിൻസിഡൻ്റലി സംഭവിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ ആ ഒരു ഡേറ്റിൻ്റെ അന്ന്, അതായത് എൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ ശരിക്കും ആ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആയിട്ടുള്ള ആളാണ്. ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. കാരണം ഞാൻ കൂടുതലും എനിക്കെന്ത് ഇല്ലയെന്ന് ഞാൻ നോക്കാറില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്തോരം കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലൈഫിൽ കിട്ടിയ സംഭവങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും എനിക്കിതില്ല, എനിക്ക് വീടില്ല, എനിക്ക് മക്കളില്ല, അങ്ങനെ നമുക്ക് ഇല്ലാത്ത കാര്യം നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യും മറ്റുള്ളവരായിട്ട്. സോ സ്റ്റോപ്പ് ഡൂയിങ് കമ്പയറിങ്. എന്നിട്ട് എപ്പോഴും താങ്ക് ദ യൂണിവേഴ്സ്. നമുക്ക് എന്താ ഉള്ളത് എപ്പോഴും താങ്ക്സ് പറയുക. ഇപ്പം നമുക്ക് നല്ല പാരൻസിനെ കിട്ടി, നല്ല സിബ്ലിങ്സിനെ കിട്ടി, ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് 3 നേരം ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക. സോ ഇറ്റ് സോ പവർഫുൾ കാരണം ഞാനിത് പറയുമ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ കമ്പാരിസൺ നിർത്തിയിട്ട് ട്രസ്റ്റ് ദ പ്രോസസ്സ്. ഓക്കെ, എല്ലാം അതിൻ്റെ റൈറ്റ് ടൈമിൽ നമുക്ക് വരും. അത് ഉറപ്പായിട്ടും വരും, അതെങ്ങും പോകത്തില്ല. എല്ലാ അരമണിയിലും നമുക്ക് അത് കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നതിൽ പറയത്തില്ലേ, നമ്മൾ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയാലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഫുഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ആരാണ് കഴിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫും ഇപ്പം നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ലൈഫ് വരുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുവാണ്. അത് ഈ വർഷം തന്നെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷേ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ടൈമിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും നടക്കാതെ പോകുന്നില്ല. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെയാണേലും, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ സ്ട്രഗ്ലിംഗ് ആണ്, നിങ്ങൾ ഫിനാൻഷ്യലി ബേർഡൻ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് മക്കളില്ല, നിങ്ങൾക്ക് എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. ഓക്കെ, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. എന്നിട്ട് എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും യൂണിവേഴ്സിനോട്. ഓക്കെ, എന്നിട്ട് ഇപ്പം മക്കളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓ എനിക്ക് എന്തോരം മക്കളാണല്ലേ, ഓ ദൈവമേ എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. നിങ്ങൾ അതിൽ ജീവിക്കുക. നിങ്ങൾക്ക് ഒത്തിരി മക്കളുള്ളത് അങ്ങ് വിചാരിക്കുക, അങ്ങ് അതിൽ എൻജോയ് ചെയ്യുക. എൻ്റെ മക്കൾ എന്നെ അടുത്ത് വന്നിരിക്കുന്നു, അവരെന്ത് ക്യൂട്ടാണ് കാണാൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ നിങ്ങൾ അതിൽ ജീവിക്കുക. നിങ്ങൾക്ക് വീടില്ലെന്നുണ്ടെങ്കിൽ, ഓ ഞങ്ങളുടെ വീട് അടിപൊളി വീടാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇമാജിൻ ചെയ്ത വീടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കറിയാവോ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു, ഓ എൻ്റെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനറി ഉള്ള സ്ഥലമായിരിക്കണം, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം, ചുറ്റിനും കുറേ ഗ്രീനറി എഫക്റ്റ് ഉണ്ടായിരിക്കണം, അടുത്തൊരു ലേക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഞാൻ ഇമാജിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഡിറ്റോ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഒരിക്കലും തള്ളുവല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല, നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അർഹിക്കുന്ന കാര്യങ്ങളല്ല, പക്ഷേ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആഗ്രഹിച്ചേക്കണം. നമ്മളെപ്പോഴും ഒരു കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നുക്കുരുളം കിട്ടുമെന്ന് പറയത്തില്ലേ, അങ്ങനെയല്ല. നമ്മൾ എന്തോരം ആഗ്രഹിക്കുന്നു അതിൻ്റെ 10 ഇരട്ടി നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് പഴിചാരിക്കൊണ്ട് ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനെപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കുക, എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. എനിക്കറിയാം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയല്ലേ, പക്ഷേ ഇതൊന്നും പോരാ, എനിക്ക് ഇനിയും വേണം. ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആണെന്നുണ്ടെങ്കിൽ, എനിക്കറിയാം ഞാൻ ഫിനാൻഷ്യലി കുറച്ചിപ്പോൾ ഡൗൺ ആയിട്ടുണ്ടാവാം, പക്ഷേ ഐ ആം സോ റിച്ച് ദ നെക്സ്റ്റ് ഡേ. നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് യൂണിവേഴ്സിനോട് വേണമെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചോദിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് കടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കടങ്ങളൊന്ന് മാറ്റിത്തരണേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. പകരം ഞാൻ ഭയങ്കര റിച്ചാണ് എന്ന് പറയാം. രണ്ടും 2 രീതിയാണ്. നമ്മുടെ രണ്ടാമത്തെ കേസിൽ വെച്ച് നമ്മൾ റിച്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിച്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഡെപ്റ്റ് മാറും. ഒന്നാമത്തെ കേസിൽ നമ്മൾ ഡെപ്റ്റ് മാറ്റണമെന്ന് പറയുമ്പോൾ അവിടെ ഫോക്കസ് ആവുന്ന ഡെപ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കാണല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സ് കേൾക്കുന്നത് എന്തായിരിക്കും? ഡെപ്റ്റ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലും കടക്കാരായിട്ട് മാറും. അതാണ് ഒരു ലോജിക്കൽ സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെപ്റ്റ് എന്നൊരു സംഭവം മാറ്റിയിട്ട് ഐ ആം റിച്ച് എന്ന് പറയുക. നമുക്കൊന്നുമില്ലായിരിക്കും, നമുക്ക് ഒത്തിരി കടം ഉണ്ടായിരിക്കും, പക്ഷെ കടം എന്ന് പറഞ്ഞ് വാക്കങ്ങ് മാറ്റിയേക്കുക. ഐ ആം റിച്ച്, ഐ ആം എ മൾട്ടി മില്യണർ. അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞിട്ടിരിക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് എന്താണോ അത് ഇമാജിൻ ചെയ്യുക, അതിലങ്ങ് ജീവിക്കുക. ലിറ്ററലി ജീവിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, അങ്ങനെ എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതെല്ലാം ലിറ്ററലി നിങ്ങൾ ജീവിക്കണം. 5 മിനിറ്റ് അത് ചെയ്തതിന് ശേഷം മാത്രം എല്ലാ ദിവസവും കിടക്കുക. 21 ഡേയ്സ് നിങ്ങൾ ചെയ്ത് നോക്ക്. യു വിൽ താങ്ക് മീ. ഞാൻ ഉറപ്പായിട്ടും പറയുവാണ്, 21 ഡേയ്സ് നിങ്ങളുടെ ലൈഫ് മാറും. ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ നോക്കിയിട്ട് അവിടെ എന്തൊക്കെ സംഭവിച്ചിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകരുത്. രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു ദിവസം ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കുക. ഐ വിൽ ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈ സെൽഫ് ഈ ഒരു ദിവസം. അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാം, കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആ ഒരു ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ ചെയ്ത സെയിം കാര്യം നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വീട്ടിൽ നിങ്ങൾ ഇരുന്ന് ചായ കുടിക്കുന്നു, അവിടുന്ന് ഫുഡ് കഴിക്കുന്നു, ഫ്രണ്ട്സിനെ വിളിക്കുന്നു, നിങ്ങൾ ഗെറ്റ് ടുഗദർ നടത്തുന്നു. അതൊക്കെ നിങ്ങൾ ലീവ് ചെയ്യുക. ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് നിങ്ങൾ വിശ്വസിച്ച് അങ്ങ് ലീവ് ചെയ്യുക. അങ്ങനെ ചെയ്ത് നോക്ക്. 21 ഡേയ്സ് നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് മാറും. ഇതെൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും എന്നോട് വന്ന് പറയും ലൈഫ് അടിപൊളിയായിട്ട് മാറിയെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് സിറ്റുവേഷൻ കടന്നു പോകുന്നവരായിക്കോട്ടെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സ്ട്രഗിൾസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും, പക്ഷേ ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ മാറുന്നേ. അടിപൊളി ലൈഫ് നമുക്കൊക്കെ വരുന്നുണ്ട്. സോ എപ്പോഴും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രാറ്റ്യൂഡ് സ്റ്റോണിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങളെപ്പോഴും ഒരു സ്റ്റോൺ വെച്ചിട്ട് നിങ്ങളങ്ങ് ഇമാജിൻ ചെയ്യുക, ഞാൻ അടിപൊളിയാണ്,
എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക, എപ്പോഴും നന്ദി പറയുക. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് തന്നെ പോകും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കൻ്റെ ബെല്ലൈക്കൻ ടപ്പേന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.